ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പലിശ നിഷിദ്ധമാണ്, വൻപാപങ്ങളിൽപ്പെട്ട ഒന്നുമാണ്. ഒരു ദിർഹമിൻ്റെ പലിശ പോലും 36 വ്യഭിചാരത്തേക്കാൾ കടുപ്പമേറിയതുമാണ്. പക്ഷെ ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ ബാങ്ക് അക്കൗണ്ടുകളില്ലാതെ ജീവിക്കാൻ കഴിയാത്ത പരിമിതമായ സാഹചര്യങ്ങളുണ്ടാവും. സേവിങ് അക്കൗണ്ടിൽ നിന്ന് സ്വാഭാവികമായിട്ടും പലിശ ബാങ്കിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കിട്ടുന്ന പലിശ എന്ത് ചെയ്യണം, അതെങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും? അതിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ബാങ്കിന് തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. അത് തെറ്റാണ്. അത് പലിശയെ കൂടുതൽ സഹായിക്കലാണ്. ഒരു പലിശ സ്ഥാപനം നാട്ടിൽ വരാനോ അല്ലെങ്കിൽ അത് നിലനിൽക്കാനോ ഒരു നിലയ്ക്ക് നമ്മൾ സഹായിക്കാൻ പാടില്ല. അതുകൊണ്ട് ബാങ്കിന് കൊടുക്കുക എന്നുള്ളത് തെറ്റാണ്. പിന്നെ ചെയ്യാവുന്നത് നമുക്ക് ആ പൈസ നശിപ്പിക്കുക എന്നുള്ളതാണ്. പലിശയായി കിട്ടിയ സംഖ്യ കത്തിച്ച് കളയുക, നശിപ്പിക്കുക എന്നുള്ളത് അതും ചെയ്യാൻ പാടില്ല. കാരണം ഇളാഅത്തുൽ മാലിന് വിശ്വാസം നിരോധിച്ചിട്ടുണ്ട്. സമ്പത്തിനെ നശിപ്പിക്കുക എന്നുള്ളത് വിശ്വാസം നിരോധിച്ച കാര്യമാണ്. അതുകൊണ്ട് പലിശ അത് കത്തിച്ച് കളഞ്ഞ് നശിപ്പിക്കാനും പാടില്ല. പിന്നെ ചെയ്യാവുന്നത് സ്വന്തമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് ഏറ്റവും ഗുരുതരമായൊരു തെറ്റുമാണ്. പലിശ സമ്പത്ത് സ്വന്തമായി ഉപയോഗിക്കുക എന്നുള്ളത്. ഖുർആൻ യുദ്ധം പ്രഖ്യാപിച്ച ഒരേ ഒരു തെറ്റ് പലിശ മാത്രമേ ഉള്ളൂ. പലിശക്കാരോടാണ് ഖുർആൻ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊരാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് പറ്റാത്തത് മറ്റൊരാൾക്കും പറ്റൂല. കുറച്ച് മദ്യം നമുക്ക് കിട്ടി, ഞാനത് കുടിക്കൂല, എന്നാൽ കുടിക്കുന്നൊരു കാഫറിന് കൊടുത്തേക്കാമെന്ന് വിചാരിക്കുന്നതും തെറ്റാണ്. നമുക്ക് തെറ്റായത് മറ്റുള്ളവർക്കും തെറ്റാണ്. അതുകൊണ്ട് പലിശ സദക്ക ചെയ്യുക എന്നുള്ളത് ശരിയല്ല. തന്നെയല്ല, കൂലി ഉദ്ദേശിച്ചുകൊണ്ട് പലിശ സദക്ക ചെയ്താൽ ഒരു പക്ഷെ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ സാധ്യത കൂടിയുണ്ട്. കാരണം പലിശ സദക്ക ചെയ്തുകൊണ്ട് സദക്ക ചെയ്യാൻ പറ്റൂല. സദക്ക ചെയ്യണമെങ്കിൽ അവനവൻ ഉടമസ്ഥത ഉണ്ടാകണം. പലിശ ആരുടേതുമല്ല. പലിശ ആരിൽ നിന്ന് പലിശ അയാളുടേതാണ്. എനിക്ക് ഉടമസ്ഥത ഇല്ലാത്തൊരു സാധനം പലിശ സദക്ക ചെയ്യാൻ എനിക്ക് അധികാരമില്ല. അതോടെ സദക്ക ചെയ്യാനും പറ്റില്ല. ചെയ്യാവുന്ന കാര്യം അത് ആരുടേതാണെന്ന് അറിയാമെങ്കിൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് വ്യക്തികളിൽ നിന്നും പലിശ വാങ്ങുമ്പോഴാണ് നടക്കുക. ബാങ്കിൽ നിന്ന് പലിശ വാങ്ങുമ്പോൾ നമുക്ക് ആളെ ഉടമസ്ഥനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇപ്പം അവിടെ ചെയ്യേണ്ടത് ആ നാട്ടിൽ പൊതുവായ ആവശ്യം ഏതാണോ ആ ആവശ്യത്തിലേക്ക് അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രായോഗികമായിട്ട് നമ്മൾ അതിൻ്റെ അത് ചെയ്യേണ്ടത്, ചെയ്യാൻ കഴിയുന്നു അത് തന്നെയാണ്. ഇത് പലിശയുടെ മാത്രം കാര്യമല്ല. ഉടമസ്ഥനെ അറിയാത്ത ഏതൊരു സമ്പത്തും ഉപയോഗപ്പെടുത്തേണ്ടത് ഇങ്ങനെയാണ്. ആ നാട്ടിലെ പൊതുവായ താനോ തൻ്റെ ആശ്രിതരോ ഗുണഭോക്താവോ ആകാത്ത രീതിയിൽ ആ നാട്ടിലെ പൊതുവായ ആവശ്യങ്ങൾ കൊണ്ട് ഉപയോഗപ്പെടുത്തുക. റോഡ് പണിയുക, തോട്, പാലം നിർമ്മാണം, പൊതു ടോയ്ലറ്റ് നിർമ്മാണം, ഇങ്ങനെയുള്ള പൊതുവായ നാട്ടിൽ എന്താണോ പൊതുവായിട്ട് ഇപ്പോൾ ആവശ്യമുള്ളത് അതിലേക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പലിശ സമ്പത്തിനെ നമുക്ക് ഇക്കാലത്ത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന രീതി എന്ന് പറയുന്നത്. ഒരു നിലയ്ക്കും അത് നമ്മളിലേക്കോ നമ്മുടെ ആശ്രിതരിലേക്കോ എത്തുന്നൊരവസ്ഥ ഉണ്ടാകരുത്. ചില ആളുകൾ കല്യാണത്തിന് പോകുമ്പോൾ കൊടുക്കാൻ വേണ്ടി പൈസ ഉപയോഗപ്പെടുത്തുക ചെയ്യരുത്. കല്യാണത്തിന് നമ്മുടെ പൈസ കൊടുക്കണം. പലിശ വേറൊരാളുടെ പൈസയാണ്, അതല്ല കൊടുക്കേണ്ടത്. അങ്ങനെ കൂലി പ്രതീക്ഷിച്ച് കൊടുക്കാനും പാടില്ല. പിരിവിന് വരേണ്ടി വരുമ്പോൾ പലിശ എടുത്ത് കൊടുക്കുക, അതൊന്നും ചെയ്യരുത്. അതൊക്കെ നമ്മുടെ പൈസ കൊണ്ടാണ് പിരിവ് കൊടുക്കേണ്ടതും കല്യാണത്തിന് മുമ്പ് കൊടുക്കേണ്ടത്. പലിശ നമ്മുടേതല്ല, മറ്റൊരാളുടേതാണ്. അത് ഈ രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പ്രായോഗികമായിട്ടുള്ളത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹി വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു